ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മലയാളത്തിൻ്റെ ക്ലാസ്സാണ്. അതിൽ തന്നെ സാഹിത്യമാണ് നോക്കുന്നത്. മലയാള സാഹിത്യം ഒരു മുൻവർഷ ചോദ്യം തന്നെയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ചോദ്യത്തിലോട്ട് പോവാം. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് എന്നതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉത്തരം. എങ്കിലും ഞാൻ ഓപ്ഷൻസ് പറയാം. 1 ഖസാക്കിൻ്റെ ഇതിഹാസം, 2 ഒരു ദേശത്തിൻ്റെ കഥ, 3 നാലുകെട്ട്, 4 ഉമ്മാച്ചു. ഇതിൽ അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. അപ്പുക്കിളി എന്ന കഥാപാത്രം ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന OV വിജയന്റെ നോവലിലേതാണ്. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുക്കിളി. അങ്ങനെയാണെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ മറ്റ് കഥാപാത്രങ്ങളെ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആരായിരുന്നു? അപ്പുക്കിളി. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. ഇനി ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? രവി. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് രവി. ഇനി PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു പേരാണ് അള്ളാ പിച്ച മൊല്ലാക്ക. അള്ളാ പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അള്ളാ പിച്ച മൊല്ലാക്ക. അതുകൂടാതെ അടുത്തത് മൈമൂന. മൈമൂന എന്ന കഥാപാത്രവും ഏതിലേതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രമാണ്. മറ്റൊരാൾ നൈജാമലി. നൈജാമലി. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം OV വിജയനാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതുന്നത്. ആ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രങ്ങളെയാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് നമ്മുടെ ചോദ്യം തന്നെയായിരുന്നു. അപ്പുക്കിളി എന്ന കഥാപാത്രം ഖസാക്കിൻ്റെ ഇതിഹാസത്തിലേതാണ്. ഇനി കേന്ദ്ര കഥാപാത്രം ചോദിക്കുകയാണെങ്കിൽ അത് രവിയാണ്. പിന്നെ അള്ളാ പിച്ച മൊല്ലാക്ക, മൈമൂന, നൈജാമലി ഇവരൊക്കെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ മറ്റ് കഥാപാത്രങ്ങൾ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് കൂടി ഉണ്ടായിരുന്നു. അതിലെ കഥാപാത്രങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ഇതായിരുന്നു, ഒരു ദേശത്തിൻ്റെ കഥ. ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രം ആരാണ്? ശ്രീധരനാണ്. ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രമാണ് ശ്രീധരൻ. ആരാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ എഴുതിയത്? SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ. SK പൊറ്റക്കാടിൻ്റെ നോവലാണ് നമ്മൾ പറഞ്ഞു ഏതെന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ കഥ. ഈ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ ഗ്രാമം, ആ സാങ്കല്പിക ഗ്രാമം അറിയപ്പെടുന്നത് എന്താണ്? അതിരാണിപ്പാടം. അതിരാണിപ്പാടം എന്ന സാങ്കല്പിക ഗ്രാമത്തെ പശ്ചാത്തലമാക്കി SK പൊറ്റക്കാട് എഴുതിയ നോവലാണ് എന്തെന്ന് പറയുന്നത്? ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലെ കഥാപാത്രമാണ്, കേന്ദ്ര കഥാപാത്രമാണ് ശ്രീധരൻ. ഇനി നമ്മുടെ അടുത്ത ഒരു ഓപ്ഷൻ ആയിരുന്നു നാലുകെട്ട്. നാലുകെട്ട് എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രം ആരാണ്? അപ്പുണ്ണി. അപ്പുണ്ണി. അപ്പൊ അപ്പുണ്ണി എന്ന കഥാപാത്രം നാലുകെട്ട് എന്ന നോവലിലേതാണ്. ആരാണ് നാലുകെട്ട് എഴുതിയത്? MT വാസുദേവൻ നായർ. അപ്പൊ നാലുകെട്ട് എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് അപ്പുണ്ണി. അപ്പുണ്ണി കൂടാതെ ഒരു വ്യക്തി കൂടി നമുക്ക് പറയാം, കോന്തുണ്ണി നായർ. കോന്തുണ്ണി. അപ്പുണ്ണി, കോന്തുണ്ണി നായർ തുടങ്ങിയവരാണ് നാലുകെട്ടിലെ കഥാപാത്രങ്ങൾ. അപ്പൊ നാലുകെട്ട് എന്ന നോവൽ എഴുതിയത് MT വാസുദേവൻ നായരാണ്. നാലുകെട്ടിലെ കഥാപാത്രങ്ങളാണ് പറഞ്ഞത് അപ്പുണ്ണി, കോന്തുണ്ണി നായറും. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു നാലുകെട്ടിലെ കഥാപാത്രമാണ് അപ്പുണ്ണിയും കോന്തുണ്ണി നായരെന്ന് പറഞ്ഞു. അത് എഴുതിയത് ആരെന്ന് പറഞ്ഞു? MT വാസുദേവൻ നായർ. അങ്ങനെയാണെങ്കിൽ MT വാസുദേവൻ നായരുടെ മുഴുവൻ പേരെന്താണ്? M-ന്റെയും T-യുടെയും എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്താണ്? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നതാണ് MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര്. എന്താണ്? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടെ മുഴുവൻ പേരാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നതാണ് MT വാസുദേവൻ നായരുടെ മുഴുവൻ പേര്. അപ്പോൾ നമ്മൾ കഥാപാത്രങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലേതായിരുന്നു? അത് ഏത് നോവലിലേതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസത്തിലേതാണ്. പിന്നെ ശ്രീധരൻ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന നോവലായിരുന്നു. അപ്പോൾ ശ്രീധരൻ എന്ന കഥാപാത്രം ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലുള്ളതാണ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ എഴുതിയത് SK പൊറ്റക്കാടാണെന്ന് പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലം അതിരാണിപ്പാടം എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് നാലുകെട്ട് എന്ന നോവലാണ്. നാലുകെട്ട് എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഒന്ന് അപ്പുണ്ണിയും പിന്നെ മറ്റൊന്ന് കോന്തുണ്ണി നായറും. അത് എഴുതിയത് MT വാസുദേവൻ നായരാണ്. അതുകൊണ്ടാണ് MT വാസുദേവൻ നായരുടെ ഫുൾ ഫോം പറഞ്ഞത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഇത് നമ്മുടെ മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ഉമ്മാച്ചു. ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഉമ്മാച്ചു എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ഒന്ന് മായൻ, 2 ബീരാൻ. മായൻ, ബീരാൻ. അപ്പോൾ മായൻ, ബീരാൻ എന്നീ കഥാപാത്രങ്ങൾ വരുന്ന നോവലാണ് ഉമ്മാച്ചു. ആരാണ് ഉമ്മാച്ചു എന്ന നോവൽ എഴുതുന്നത്?
ഉറൂബ്. ഉമ്മാച്ചു എന്ന നോവലിന്റെ കർത്താവ് ഉറൂബാണ്. അപ്പോൾ ഉറൂബിന്റെ യഥാർത്ഥ പേരെന്താണ്? ഉറൂബിന്റെ യഥാർത്ഥ പേരാണ് PC കുട്ടിക്കൃഷ്ണൻ. PC കുട്ടിക്കൃഷ്ണൻ എന്നതാണ് ആരുടെ? ഉറൂബിന്റെ യഥാർത്ഥ പേര്. അപ്പോൾ നമ്മൾ ഓപ്ഷനിലുള്ള കഥാപാത്രങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി പറയാം. അപ്പുകിളി എന്ന കഥാപാത്രം ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലേതാണ്. അതുകൊണ്ട് തന്നെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ മറ്റ് കഥാപാത്രങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രവി, അള്ളാപ്പിച്ച മൊല്ലാക്ക, മൈമൂന, നൈജാമലി. പിന്നെ പറഞ്ഞത് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ശ്രീധരൻ. SK പൊറ്റക്കാടാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവൽ എഴുതുന്നത്. ഇനി ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന്റെ പശ്ചാത്തലമാണ് അതിരാണിപ്പാടം. അടുത്ത് പറഞ്ഞത് നാലുകെട്ടാണ്. നാലുകെട്ടിലെ പ്രധാന കഥാപാത്രമാണ് അപ്പുണ്ണി. മറ്റൊരു കഥാപാത്രം കോന്തുണ്ണി നായർ. നാലുകെട്ട് എന്ന നോവൽ എഴുതുന്നത് MT വാസുദേവൻ നായരാണ്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. പിന്നെ നമ്മൾ പറഞ്ഞത് ഉമ്മാച്ചു എന്ന കൃതിയെ പറ്റിയാണ്. ഉമ്മാച്ചുവിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് മായൻ, ബീരൻ. ഉമ്മാച്ചു അതിൽ എന്താണ്? കഥാപാത്രമാണ്. ഇനി ഉമ്മാച്ചു എഴുതിയത് ആരെന്ന് പറഞ്ഞു? ഉറൂബാണെന്ന് പറഞ്ഞു. ഉറൂബിന്റെ യഥാർത്ഥ നാമമാണ് PC കുട്ടിക്കൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ ഉറൂബിന്റെ മറ്റൊരു നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. ഏത് നോവലിലേതായിരിക്കും? ഇരുമ്പൻ ഗോവിന്ദൻ നായർ. ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്ന കഥാപാത്രം ഉറൂബിന്റെ ഏത് നോവലിലേതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും എന്ന ഉറൂബിന്റെ നോവലിലാണ് ആര് കഥാപാത്രമായി വരുന്നത്? ഇരുമ്പൻ ഗോവിന്ദൻ നായർ കഥാപാത്രമായി വരുന്നത്. അപ്പോൾ ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലെ കഥാപാത്രമാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. മലബാർ കലാപം പശ്ചാത്തലമായി ഉറൂബ് എഴുതുന്ന നോവലാണ് ഏതെന്ന് പറയുന്നത്? സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതുന്ന നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് അതിലെ കഥാപാത്രമാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. അപ്പോൾ നമ്മൾ മലബാർ കലാപം സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ 1921 മലബാർ കലാപം. അങ്ങനെയാണെങ്കിൽ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശൻ എഴുതിയ കാവ്യം ഏതാണ്? ദുരവസ്ഥ. ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കാവ്യമാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. ദുരവസ്ഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സാവിത്രിയും ചാത്തനുമാണ്. ദുരവസ്ഥയിലെ കഥാപാത്രങ്ങൾ ഒന്ന് സാവിത്രി, രണ്ട് ചാത്തൻ. അപ്പോൾ മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞു. ഇനി മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കാവ്യമാണ് ഇത് ദുരവസ്ഥ എന്ന് പറഞ്ഞു. ദുരവസ്ഥയിലെ കഥാപാത്രങ്ങളാണ് ആരൊക്കെ? സാവിത്രിയും ചാത്തനും. ഇനി നമുക്ക് കുറച്ച് മറ്റ് കഥാപാത്രങ്ങൾ കൂടി ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യത്തേത് കൈതേരി മാക്കം. കൈതേരി മാക്കം ഏത് നോവലിലെ കഥാപാത്രമാണ് കൈതേരി മാക്കം എന്ന് പറയുന്നത്? ഏത് നോവലിലെ കഥാപാത്രമാണ് കൈതേരി മാക്കം? കേരള സിംഹം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് കൈതേരി മാക്കം. കേരള സിംഹം. ആരാണ് കേരള സിംഹം എന്ന നോവലിന്റെ കർത്താവ്? സർദാർ KM പണിക്കർ. അപ്പോൾ സർദാർ KM പണിക്കരുടെ കേരള സിംഹം എന്ന നോവലിലെ കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്? കൈതേരി മാക്കം. അപ്പോൾ സർദാർ KM പണിക്കരുടെ നോവലാണ് കേരള സിംഹം. പഴശ്ശിരാജയെ കുറിച്ച് പറയുന്ന നോവലാണ് കേരള സിംഹം. ഇതിലാണ് അദ്ദേഹം പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ കേരള സിംഹം എന്ന നോവലിലെ കഥാപാത്രമാണ് കൈതേരി മാക്കം എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സർദാർ KM പണിക്കരുടെ മറ്റ് നോവൽ കൂടി നമുക്ക് നോക്കിയാലോ, അല്ലെങ്കിൽ മറ്റ് കൃതികൾ കൂടി ഏതൊക്കെയാണ്? രണ്ടു ചൈനയിൽ, പറങ്കിപ്പടയാളികൾ, രണ്ടു ചൈനയിൽ പറങ്കിപ്പടയാളികൾ, ഹിസ്റ്ററി ഓഫ് കേരള, കേരള ചരിത്രം, ഹിസ്റ്ററി ഓഫ് കേരള, എ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, എ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, എ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇത് PSC ചോദിച്ചതാണ്. എ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ബാക്കിയെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. കേരള സിംഹം, രണ്ടു ചൈനയിൽ, പറങ്കിപ്പടയാളികൾ, ഹിസ്റ്ററി ഓഫ് കേരള, എ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നീ കൃതികളെല്ലാം ആരുടേതാണ്? സർദാർ KM പണിക്കരുടേതാണ്. അപ്പോൾ സർദാർ KM പണിക്കരെ നമുക്കറിയാം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയർമാനാണ് ആര്? സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് സർദാർ KM പണിക്കർ. നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? K സച്ചിദാനന്ദൻ. നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് K സച്ചിദാനന്ദനാണ്. നമ്മളത് പറയാൻ കാരണം സർദാർ KM പണിക്കരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്.
പറയുന്നത്. പിന്നെ നമുക്കറിയാം ഫസൽ അലി കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ ഏക മലയാളി എന്ന് പറയുന്നത് ആരാണ്? സർദാർ KM പണിക്കരാണ്. 1953 നിയമിച്ച ഫസൽ അലി കമ്മീഷനിലെ മലയാളി കൂടിയാണ് ആരെന്ന് പറയുന്നത്? സർദാർ KM പണിക്കർ. ഇപ്പോൾ ഫസൽ അലി കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 അധ്യക്ഷനായ ഫസൽ അലി, 2 HN കുൻസ്രു, 3 സർദാർ KM പണിക്കർ. അപ്പോൾ കൈതേരി മാക്കം എന്ന കഥാപാത്രം സർദാർ KM പണിക്കരുടെ കേരള സിംഹം എന്ന നോവലിലേതാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് അടുത്ത കഥാപാത്രമാണ് ക്ലാസിപ്പേർ. ക്ലാസിപ്പേർ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ക്ലാസിപ്പേർ? മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലിലെ കഥാപാത്രമാണ്. ഏതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ? കയറാണ്. അപ്പൊ കയർ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് ക്ലാസിപ്പേർ. കയർ എന്ന നോവലിലെ കഥാപാത്രമാണ് ക്ലാസിപ്പേർ. ആരാണ് കയർ എന്ന നോവൽ എഴുതിയത്? തകഴി ശിവശങ്കര പിള്ള. തകഴി ശിവശങ്കര പിള്ളയുടേതാണ് ഏത്? കയർ എന്ന് പറയുന്ന നോവൽ. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ. കയറിലെ കഥാപാത്രമാണ് ഏതെന്ന് പറയുന്നത്? ക്ലാസിപ്പേർ. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് ഏത്? അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികളാണ്. അത് എഴുതിയത് ആരാണ്? വിലാസിനി. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. അവകാശികൾ എഴുതിയത് വിലാസിനി. വിലാസിനി എന്നത് തൂലികാനാമമാണ്. ആരുടെ തൂലികാനാമമാണ് വിലാസിനി എന്നുള്ളത്? MK മേനോൻ. MK മേനോന്റെ തൂലികാനാമമാണ് വിലാസിനി. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. അവകാശികൾ എന്ന നോവൽ എഴുതിയത് വിലാസിനിയാണ്. വിലാസിനിയുടെ യഥാർത്ഥ നാമമാണ് MK മേനോൻ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ എന്ന് പറഞ്ഞു. കയർ എഴുതിയത് തകഴിയാണെന്ന് പറഞ്ഞു. കയറിലെ കേന്ദ്ര കഥാപാത്രമാണ് ക്ലാസിപ്പേർ. അപ്പൊ ഇനി നമുക്ക് അടുത്ത കഥാപാത്രം നോക്കാം. അടുത്തത് പപ്പു ലക്ഷ്മി. പപ്പുവും ലക്ഷ്മിയും ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? പപ്പുവും ലക്ഷ്മിയും P കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ്. P കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ആര്? പപ്പു, ലക്ഷ്മി. P കേശവദേവ്. അപ്പോൾ പപ്പു, ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിൽ നിന്നാണ്. എന്നാൽ നമ്മൾ P കേശവദേവിന്റെ ഉലക്ക എന്ന് പറയുന്ന നോവൽ കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി P കേശവദേവ് എഴുതിയ നോവലാണ് ഏതെന്ന് പറയുന്നത്? ഉലക്ക. അപ്പൊ P കേശവദേവിന്റെ വേറൊരു നോവലാണ് എന്തെന്ന് പറയുന്നത്? ഉലക്ക എന്ന് പറയുന്നത്. അപ്പോൾ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി P കേശവദേവ് എഴുതിയ നോവലാണ് ഉലക്ക. അങ്ങനെയാണെങ്കിൽ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകഴി എഴുതിയ നോവൽ ഏതാണ്? തലയോട്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി തകഴി എഴുതിയ നോവലാണ് തലയോട്. എന്നാൽ ആര്? P കേശവദേവ് എഴുതിയ നോവലാണ് ഏതെന്ന് പറയുന്നത്? ഉലക്ക. അപ്പോൾ നമ്മൾ കഥാപാത്രങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കഥാപാത്രങ്ങൾ പറയാം. അടുത്തത് അൽഫോൺസ് അച്ഛൻ. ഏത് കൃതിയിലെ കഥാപാത്രമാണ് അൽഫോൺസ് അച്ഛൻ? ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ദൈവത്തിൻ്റെ വികൃതികൾ. ആരാണ് ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവലിന്റെ കർത്താവ്? M മുകുന്ദൻ. അപ്പൊ M മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവലിലെ കഥാപാത്രമാണ് അൽഫോൺസ് അച്ഛൻ. അങ്ങനെയാണെങ്കിൽ തന്നെ ദാസൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാപാത്രമാണ് ദാസൻ. ഇതും ആരാണ് എഴുതിയത്? M മുകുന്ദനാണ്. അപ്പൊ M മുകുന്ദന്റെ 2 നോവലിലെ കഥാപാത്രമാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് അൽഫോൺസ് അച്ഛൻ ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവലിലെ കഥാപാത്രമാണ്. രണ്ടാമത് പറഞ്ഞത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാപാത്രമാണ് ദാസൻ എന്ന് പറയുന്നത്. നമുക്കറിയാം മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലാണ് നൃത്തം. അത് എഴുതിയത് ആരാണ്? M മുകുന്ദനാണ്. അപ്പം നൃത്തം എന്ന സൈബർ നോവൽ എഴുതിയതും ആരാണ്? M മുകുന്ദനാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലാണ് നൃത്തം. അത് എഴുതിയതും ആരാണ്? M മുകുന്ദനാണ്.
അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കഥാപാത്രങ്ങൾ ഇതൊക്കെയാണ്. കൈതേരി മാക്കം ഏത് നോവലിലെ കഥാപാത്രമാണ്? കേരള സിംഹം എന്ന സർദാർ KM പണിക്കരുടെ നോവലിലെ കഥാപാത്രമാണ് കൈതേരി മാക്കം. പിന്നെ പറഞ്ഞത് ക്ലാസിഫയർ എന്ന കഥാപാത്രം കയർ എന്ന കൃതിയിലേതാണ്. തകഴിയുടെ കൃതിയാണ് കയർ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ. പിന്നെ പറഞ്ഞത് പപ്പു ലക്ഷ്മി ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ് പപ്പുവും ലക്ഷ്മിയും. P. കേശവദേവാണ് ഓടയിൽ നിന്ന് എന്ന നോവൽ എഴുതുന്നത്. അൽഫോൺസ് അച്ഛൻ എന്ന കഥാപാത്രം ദൈവത്തിന്റെ വികൃതികൾ എന്ന M. മുകുന്ദന്റെ നോവലിലെ കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ദാസൻ എന്ന കഥാപാത്രം ഏതിലേതാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അത് എഴുതിയത് M. മുകുന്ദനാണ്. പിന്നെ M. മുകുന്ദന്റെ നൃത്തം എന്ന് പറയുന്ന നോവലിന്റെ പ്രത്യേകതയും പറഞ്ഞു. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലാണ് ഇതെന്ന് പറയുന്നത് നൃത്തം എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ച് കഥാപാത്രങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം ഓമഞ്ചി. ഓമഞ്ചി എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? ഓമഞ്ചി SK പൊറ്റക്കാടിന്റെ നോവലിലെ കഥാപാത്രമാണ് ഓമഞ്ചി. ഏത് നോവലിലെ കഥാപാത്രമാണ്? ഒരു തെരുവിന്റെ കഥ. ഒരു തെരുവിന്റെ കഥ എന്ന SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന SK പൊറ്റക്കാടിന്റെ നോവലിലെ കഥാപാത്രമാണ് ഏതെന്ന് പറയുന്നത്? ഓമഞ്ചി. എഴുതിയത് SK പൊറ്റക്കാട്. അടുത്തതായിട്ട് പറയുന്നത് ഇനി രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് പറയാം. അനന്ത പത്മനാഭൻ സുഭദ്ര. അനന്ത പത്മനാഭൻ സുഭദ്ര. അനന്ത പത്മനാഭൻ സുഭദ്ര. ഒരാളും കൂടെ ഉണ്ട്, ഭ്രാന്തൻ ചാന്നാൻ. ഭ്രാന്തൻ ചാന്നാൻ. ഇവർ മൂന്നുപേരും ഒരു കൃതിയിലെ കഥാപാത്രങ്ങളാണ്. ഏതൊക്കെയാണ്? അനന്ത പത്മനാഭൻ, സുഭദ്ര, ഭ്രാന്തൻ ചാന്നാൻ. ഇത് മൂന്നും ഒരു കൃതിയിലെ, ഇവർ മൂന്ന് പേരും ഒരു കൃതിയിലെ കഥാപാത്രമാണ്. ഏത് കൃതിയിലെ കഥാപാത്രമാണ്? CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ കഥാപാത്രമാണ്. മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് അനന്ത പത്മനാഭൻ, സുഭദ്ര, ചാന്നാൻ. അടുത്തതായിട്ട് പറയുന്നത് ചന്ദ്രക്കാരൻ. ചന്ദ്രക്കാരൻ. ചന്ദ്രക്കാരൻ എന്ന കഥാപാത്രം CV രാമൻപിള്ളയുടെ തന്നെ ധർമ്മരാജ എന്ന നോവലിലെ കഥാപാത്രമാണ്. ചന്ദ്രക്കാരൻ CV രാമൻപിള്ളയുടെ തന്നെ ഏതാണ്? ധർമ്മരാജ എന്ന നോവലിലെ കഥാപാത്രമാണ് ചന്ദ്രക്കാരൻ എന്ന് പറയുന്നത്. അടുത്തത് പെരിഞ്ചക്കോടൻ. പെരിഞ്ചക്കോടൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് പെരിഞ്ചക്കോടൻ? CV രാമൻപിള്ളയുടെ തന്നെ ചരിത്ര നോവലായ രാമരാജ ബഹദൂറിലെ കഥാപാത്രമാണ് പെരിഞ്ചക്കോടൻ. രാമരാജ ബഹദൂർ. അപ്പോൾ CV രാമൻപിള്ളയുടെ 3 ചരിത്ര നോവലുകളിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ നോക്കിയത്. ആദ്യം പറഞ്ഞത് മാർത്താണ്ഡവർമ്മ. അപ്പോൾ മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രങ്ങളാണ് അനന്ത പത്മനാഭൻ, സുഭദ്ര, ഭ്രാന്തൻ ചാന്നാൻ. പിന്നെ പറഞ്ഞത് ചന്ദ്രക്കാരൻ ഏതിലെ കഥാപാത്രമാണ്? ധർമ്മരാജയിലെ കഥാപാത്രമാണ് ചന്ദ്രക്കാരൻ. പെരിഞ്ചക്കോടൻ എന്ന കഥാപാത്രം രാമരാജ ബഹദൂറിലെ കഥാപാത്രമാണ്. അപ്പോൾ CV രാമൻപിള്ളയുടെ ചരിത്ര നോവലുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. അതിൽ PSCക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ധർമ്മരാജ എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്ന വർഷം. ധർമ്മരാജ പ്രസിദ്ധീകരിക്കുന്ന വർഷം എന്നാണ് 1913. അപ്പോൾ 1913 ധർമ്മരാജ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. CV രാമൻപിള്ളയുടെ വീട്ടുപേരാണ് എന്തെന്ന് പറയുന്നത്? റോസ്കോട്ട് വീട്. റോസ്കോട്ട് വീട് ആരുടേതാണ്? CV രാമൻപിള്ളയുടെ വീട്ടുപേരാണെന്ന് അറിയാം നമുക്ക്. ഇനി അടുത്തതായിട്ട് CV രാമൻപിള്ളയുടെ ചരിത്ര നോവലുകളാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു ആക്ഷേപഹാസ്യ നോവലാണ്, പ്രഹസനം എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ ഒരു ആക്ഷേപഹാസ്യ നോവലാണ് പ്രേമാമൃതം. പ്രേമാമൃതം CV രാമൻപിള്ളയുടെ ഒരു ആക്ഷേപഹാസ്യ നോവലാണ് ഏതെന്ന് പറയുന്നത്? പ്രേമാമൃതം. അപ്പോൾ നമ്മൾ എന്താണ് കുറച്ച് കഥാപാത്രങ്ങളോടെയാണ് നോക്കിയത്. ഓമഞ്ചി എന്ന കഥാപാത്രം ഏതിലേതാണ്? ഒരു തെരുവിന്റെ കഥയിലേതാണ് ഓമഞ്ചി എന്ന കഥാപാത്രം. SK പൊറ്റക്കാടിൻ്റെതാണ് ഒരു തെരുവിന്റെ കഥ എന്ന നോവല്. പിന്നെ നമ്മൾ CV രാമൻപിള്ളയുടെ ചരിത്ര നോവലുകളിലെ കഥാപാത്രങ്ങളാണ് നോക്കിയത്. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നിവയാണ് എന്തെന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ ചരിത്ര നോവലുകൾ, CV രാമൻപിള്ളയുടെ ചരിത്ര നോവലുകൾ. ഇനി CV രാമൻപിള്ളയുടെ ഒരു ആക്ഷേപഹാസ്യ നോവലാണ് ഇതെന്ന് പറയുന്നത് പ്രേമാമൃതം എന്ന് പറയുന്നത്. പ്രഹസനം എന്നാണ് നമ്മൾ അതിന് പറയുന്നത്, പ്രേമാമൃതം. ഇനി CV രാമൻപിള്ളയാണ് എന്ത് എഴുതി തയ്യാറാക്കുന്നത്? മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കുന്നത് ആരാണ്? CV രാമൻപിള്ളയാണ്. നമുക്കറിയാം മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കുന്നത് CV രാമൻപിള്ളയാണ്. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കുന്നത് ആരാണ്? ഉള്ളൂർ S. പരമേശ്വര അയ്യറാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കുന്നത് ഉള്ളൂർ S. പരമേശ്വര അയ്യറും മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കുന്നത് CV രാമൻപിള്ളയുമാണ്. അടുത്തതായിട്ട് PSCക്ക് ചോദിച്ച ഒരു കഥാപാത്രമാണ് പറയുന്നത്. കഥാപാത്രത്തിന്റെ പേരാണ് പൂയില്യൻ. പൂയില്യൻ എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലേതാണെന്നാണ് ചോദ്യം. ഏത് നോവലിലേതാണ്? പരിണാമം.
പരിണാമം എന്ന MP നാരായണപിള്ളയുടെ കൃതിയിലെ കഥാപാത്രമാണ് പൂയില്യൻ. MP നാരായണപിള്ള. MP നാരായണപിള്ള. അപ്പോൾ പൂയില്യൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതെന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പരിണാമം എന്ന നോവലിലെ കഥാപാത്രമാണ് പൂയില്യൻ. അത് എഴുതിയതാരാണ്? MP നാരായണപിള്ളയാണ്. MP നാരായണപിള്ള. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതായിരുന്നു എന്നായിരുന്നു ചോദ്യം. അപ്പുക്കിളി എന്ന കഥാപാത്രം ഖസാക്കിന്റെ ഇതിഹാസം എന്ന OV വിജയന്റെ നോവലിലെ കഥാപാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് OV വിജയനെ കുറിച്ചാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് OV വിജയനെ കുറിച്ച് കുറച്ച് നോക്കാം. OV വിജയന്റെ മുഴുവൻ പേരാണ് ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ. ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്നതാണ് OV വിജയന്റെ യഥാർത്ഥ പേര്. ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ. ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്നതാണ് OV വിജയന്റെ യഥാർത്ഥ നാമം അല്ലെങ്കിൽ മുഴുവൻ പേരെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഒരു മുഴുവൻ പേര് പറഞ്ഞായിരുന്നു. MD വാസുദേവൻ നായരുടെ മുഴുവൻ പേരാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ഇപ്പൊ നമ്മൾ പറയുന്നത് OV വിജയന്റെ മുഴുവൻ പേര് ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ VKN മുഴുവൻ പേര് എന്താണ്? വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. VKN മുഴുവൻ പേര് വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്നതാണ്. അപ്പോൾ OV വിജയന്റെ മുഴുവൻ പേരാണ് ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ. നമുക്കറിയാം ഇദ്ദേഹം ഒരു പാലക്കാട് സ്വദേശിയാണെന്ന് അറിയാം. ഇദ്ദേഹം ജനിക്കുന്നത് 1930 ജൂലൈ 2-നാണ്. 1930 ജൂലൈ 2-നാണ് OV വിജയൻ ജനിക്കുന്നത്. എവിടെയാണ്? പാലക്കാടാണ്. പാലക്കാട് സ്വദേശിയാണ് ഇദ്ദേഹം. ഇനി ഇദ്ദേഹം മരിക്കുന്നത് 2005 മാർച്ച് 30-നാണ്. 2005 മാർച്ച് 30-നാണ് ആര്? OV വിജയൻ അന്തരിക്കുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിലാണ്. ഹൈദരാബാദ്. അദ്ദേഹത്തിന്റെ ജനനവും മരണവുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളും അവാർഡുകളുമാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. ഏതാണ്? ഖസാക്കിന്റെ ഇതിഹാസം. ഇത് നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത്. ഇതിന് പശ്ചാത്തലമായ ഖസാക്ക് എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ് അല്ലേ? നോവലിലെ ഒരു ഗ്രാമമാണ്. ഇതിന് എന്താണ്? പാലക്കാട്ടെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് എന്തിനു കൊടുത്തിരിക്കുന്നത്? ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിൽ ഖസാക്ക് എന്ന് സാങ്കല്പികമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് പാലക്കാട്ടെ തസ്രാക്ക് എന്ന ഗ്രാമം. തസ്രാക്ക് എന്ന ഗ്രാമമാണ് എന്തായി മാറിയത്? ഖസാക്കായിട്ട് മാറിയത്. അപ്പോൾ പാലക്കാട്ടെ തസ്രാക്ക് എന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ് ഏതെന്ന് പറയുന്നത്? ഖസാക്കിന്റെ ഇതിഹാസം. ഇനി നമ്മൾ നോക്കുന്നത് കഥാപാത്രങ്ങൾ പറഞ്ഞായിരുന്നു. ഒന്നുകൂടി പറയാം. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് രവി. മറ്റ് കഥാപാത്രങ്ങളാണ് അപ്പുക്കിളി, നൈജാമലി, അള്ളാപ്പിച്ച മൊല്ലാക്ക, മൈമൂന എന്നിവർ. ഇനി നമുക്ക് നോക്കേണ്ടത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവല് ആരംഭിക്കുന്നത് എങ്ങനെയെന്നാണ്. അതായത് കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്ന് ആരംഭിക്കുന്ന നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. ചിലപ്പോൾ എന്താണ്, ചില നോവലുകൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, അവസാനിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? വരികൾ തന്നിട്ട് അത് ഏത് നോവലിലേതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്ന് ആരംഭിക്കുന്ന നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്നാണ് ഖസാക്കിന്റെ ഇതിഹാസം ആരംഭിക്കുന്നത്. ഇനി ഖസാക്കിന്റെ ഇതിഹാസം അവസാനിക്കുന്നത് എങ്ങനെയാണ്? രവി ബസ് വരാനായി കാത്തുകിടന്നു എന്നാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവല് അവസാനിക്കുന്നത്. രവി ബസ് വരാനായി കാത്തുകിടന്നു എന്ന് അവസാനിക്കുന്ന നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം. അപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന്റെ തുടക്കവും ഒടുക്കവുമാണ് നമ്മൾ പറഞ്ഞത്. കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്നാണ് ഖസാക്കിന്റെ ഇതിഹാസം ആരംഭിക്കുന്നത്. രവി ബസ് വരാനായി കാത്തു കിടന്നു എന്നതാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ അവസാന വരി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ PSCക്ക് ചോദിച്ച ഒന്ന് രണ്ട് ഈ വരികൾ പറയാം, നോവലുകളിലെ വരികൾ പറയാം. കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് ആരംഭിക്കുന്ന നോവൽ ഏതാണ്? കടലിന് കറുത്ത നിറമായിരുന്നു എന്ന് ആരംഭിക്കുന്ന നോവൽ ഏതാണ്? രണ്ടാമൂഴം. MD വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കടലിന് കറുത്ത നിറമായിരുന്നു. മറ്റൊന്ന്,
അടുത്ത് പറയുന്നത്, നിന്ന് പിന്നാക്കം നടക്കുന്ന നിമിഷങ്ങളെയെല്ലാം മരണമെന്ന് വിളിക്കാമെങ്കിൽ നാം എത്രയോ തവണ മരിക്കുന്നു. ഏത് നോവലിലെ വരികളാണ്? നിന്ന് പിന്നാക്കം നടക്കുന്ന നിമിഷങ്ങളെയെല്ലാം മരണമെന്ന് വിളിക്കാമെങ്കിൽ നാം എത്രയോ തവണ മരിക്കുന്നു എന്ന വരി ഏത് നോവലിലേതാണ്? ആരാച്ചാർ എന്ന നോവലിലേതാണ്. KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിലെ വരികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിന്ന് പിന്നാക്കം നടക്കുന്ന നിമിഷങ്ങളെയെല്ലാം മരണമെന്ന് വിളിക്കാമെങ്കിൽ നാം എത്രയോ തവണ മരിക്കുന്നു എന്ന വരികൾ ആരുടേതാണ്? KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിലേതാണ്. അപ്പൊ ആരാച്ചാർ എന്ന നോവൽ പറഞ്ഞതുകൊണ്ട് തന്നെ ആരാച്ചാർ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ചേതന. ചേതനയാണ് ആരാച്ചാറിലെ കേന്ദ്ര കഥാപാത്രം. ചേതന ആരാച്ചാറിലെ കേന്ദ്ര കഥാപാത്രമാണ് ചേതന. എന്താണ് ആരാച്ചാറിലെ പ്രമേയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് പറയുന്നത്? വധശിക്ഷയാണ്. അപ്പൊ ആരാച്ചാർ എന്ന നോവൽ എഴുതിയത് KR മീരയാണ്. ആരാച്ചാർ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ചേതന. പിന്നെ ആരാച്ചാറിന്റെ പ്രമേയമാണ് വധശിക്ഷ. ഇനി പശ്ചാത്തലം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ് ആരാച്ചാർ എന്ന നോവലിന്റെ പശ്ചാത്തലം. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? ഇത് പറയാൻ കാരണം നമ്മൾ വരികൾ പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പൊ നിന്ന് പിന്നാക്കം നടക്കുന്ന നിമിഷങ്ങളെയെല്ലാം മരണമെന്ന് വിളിക്കാമെങ്കിൽ നാം ഓരോരുത്തരും എത്രയോ തവണ മരിക്കുന്നു എന്ന വരി ഏത് നോവലിലേതാണ്? KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിലേതാണ്. PSCക്ക് ചോദിച്ച മറ്റൊരു വരിയാണ് ഞാനീ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാനായി ഞാൻ യാത്ര ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാനായി ഞാൻ യാത്ര ആരംഭിക്കുകയാണ് എന്ന് അവസാനിക്കുന്ന നോവൽ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാനായി ഞാൻ യാത്ര ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാനായി ഞാൻ യാത്ര ആരംഭിക്കുകയാണ് എന്ന് അവസാനിക്കുന്ന നോവൽ ഏത്? ഉത്തരം ഏതാണ്? അസുരവിത്ത്. MT വാസുദേവൻ നായരുടെ അസുരവിത്ത് എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാനായി ഞാൻ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ അസുരവിത്ത് എന്ന നോവൽ എഴുതിയത് MT വാസുദേവൻ നായരാണെന്ന് പറഞ്ഞു. അതിലെ കേന്ദ്ര കഥാപാത്രം, അസുരവിത്ത് എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്? ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം ഏത് നോവലിലേതാണ്? അസുരവിത്ത് എന്ന നോവലിലേതാണ്. അസുരവിത്ത് എന്ന നോവൽ അവസാനിക്കുന്ന വരിയാണ് ഞാനീ പറഞ്ഞത്: പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാനായി ഞാൻ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവല് തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായ വരികൾ പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് വരികൾ, നോവലിലെ വരികൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന് ലഭിച്ച അവാർഡാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന് 1970 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നു. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന് 1970 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് 1970. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് കൊടുത്തു തുടങ്ങിയത് 1969. ഓടക്കുഴൽ അവാർഡ് കൊടുത്തു തുടങ്ങിയത് 1969. ആദ്യം ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് കൊടുത്തു തുടങ്ങിയത് 1969. ആദ്യം ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. അദ്ദേഹത്തിന്റെ തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് ഈ അവാർഡ് കിട്ടുന്നത്, ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. അപ്പോൾ തുളസീദാസ രാമായണം എന്ന കൃതിക്കാണ് ആർക്ക്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നതും ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അപ്പോൾ രണ്ടാമത്തെ ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? OV വിജയനാണ് കിട്ടുന്നത്. 1970 രണ്ടാമത്തെ ഓടക്കുഴൽ അവാർഡാണ്. അപ്പോൾ 1970 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് OV വിജയനാണ്. OV വിജയന്റെ ഏത് നോവലിനാണ്? ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിനാണ്. ഇനി OV വിജയന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിക്കുന്നതും 1992. 1992 മുട്ടത്ത് വർക്കി അവാർഡ്. മുട്ടത്ത് വർക്കി അവാർഡ് കിട്ടുന്നത് 1992. അപ്പോൾ 1970 OV വിജയൻ എന്ത് കിട്ടുന്നത്? ഓടക്കുഴൽ അവാർഡ് കിട്ടുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഇനി OV വിജയന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിക്കുന്നത് 1992. അടുത്തതായിട്ട് പറയുന്നത് മറ്റ് OV വിജയന് കിട്ടിയ മറ്റ് അവാർഡുകളാണ് പറയുന്നത്. അതിൽ 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. ഏത് കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്? ഗുരുസാഗരം. OV വിജയന്റെ ഗുരുസാഗരം എന്ന് പറയുന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1990 ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നതും 1990 തന്നെയാണ്.
1990 തന്നെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുന്നത്. ഏത് കൃതിക്കെന്ന് ചോദിച്ചാൽ ഗുരുസാഗരം എന്ന് പറയുന്ന കൃതിക്ക് തന്നെയാണ്. 1990 2 അവാർഡുകളാണ് ആർക്ക് OV വിജയന് കിട്ടുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടെന്ന് പറയുന്നത് ഏത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും. ഇത് രണ്ടും ലഭിക്കുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഗുരുസാഗരം. ഗുരുസാഗരം എന്ന കൃതിക്കാണ് ഈ 2 അവാർഡും ലഭിക്കുന്നത്. അപ്പോൾ 1990 തന്നെയാണ് എന്ത് ലഭിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കിട്ടുന്നത്. ഏത് കൃതിക്കെന്ന് ചോദിച്ചാൽ ഏത് കൃതിക്കാണ് ഗുരുസാഗരം. അടുത്തതായിട്ട് പറയുന്നത് വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് 1991 വയലാർ അവാർഡ്. 1991 വയലാർ അവാർഡ് ലഭിക്കുന്നത്. 1991 വയലാർ അവാർഡ് കിട്ടുന്നത്. ഏത് കൃതിക്കെന്ന് ചോദിച്ചാൽ ഏത് കൃതിക്ക് തന്നെയാണ് ഗുരുസാഗരം. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിക്ക് തന്നെയാണ് വയലാർ അവാർഡും ലഭിക്കുന്നത്. അപ്പോൾ ഗുരുസാഗരം എന്ന് പറയുന്ന നോവലിന് 3 അവാർഡുകൾ കിട്ടുന്നുണ്ട്. ആദ്യം പറഞ്ഞത് 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും. പിന്നെ പറഞ്ഞത് 1991 എന്താണ് വയലാർ അവാർഡ്. ഗുരുസാഗരം എന്ന നോവലിന് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ വയലാർ അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത് 1977 വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങുന്നത്. 1977 വയലാർ അവാർഡ്. 1977 വയലാർ അവാർഡ് നൽകി തുടങ്ങുന്നത്. ആദ്യം ലഭിച്ചത് ആർക്കാണ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് എന്ത് കിട്ടുന്നത് ആദ്യത്തെ വയലാർ അവാർഡ് കിട്ടുന്നത്. 1977 അഗ്നിസാക്ഷി എന്ന കൃതിക്ക് ലളിതാംബിക അന്തർജനത്തിന് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നു. ഇനി ഈ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് ഏതെന്ന് പറയുന്നത് തേതിക്കുട്ടി. തേതിക്കുട്ടി. ഈ തേതിക്കുട്ടിയുടെ മറ്റൊരു പേര് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ദേവകി മാനമ്പള്ളി. ദേവകി മാനമ്പള്ളി. അതായത് ഒരു കഥാപാത്രം തന്നെ പല പേരുകളിൽ വരുന്നുണ്ട്. അത് തേതിക്കുട്ടി തന്നെയാണ് ഏതെന്ന് പറയുന്നത് ദേവകി മാനമ്പള്ളി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ അഗ്നിസാക്ഷിയുടെ കഥാപാത്രം പറഞ്ഞപ്പോൾ ആരോ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ തേതിക്കുട്ടി ദേവകി മാനമ്പള്ളി ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. ഏതിലെ കഥാപാത്രമാണ് അഗ്നിസാക്ഷി എന്ന നോവലിലെ കഥാപാത്രമാണ് എഴുതിയത് ലളിതാംബിക അന്തർജനം. ഇത് പറയാൻ കാരണം വയലാർ അവാർഡ് ആർക്ക് OV വിജയന് ലഭിക്കുന്നത് 1991. അപ്പോൾ നമ്മൾ OV വിജയന് ലഭിച്ച അവാർഡുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നുകൂടി ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് പറയാം. OV വിജയന് ലഭിച്ച അവാർഡുകൾ ഒന്നുകൂടി പറയാം. ആദ്യം പറഞ്ഞത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന് 1970 ഓടക്കുഴൽ അവാർഡ് കിട്ടുന്നു. 1970 ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന് ഓടക്കുഴൽ അവാർഡ് കിട്ടുന്നു. പിന്നെ പറഞ്ഞത് 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഗുരുസാഗരം എന്ന് പറയുന്ന കൃതിക്ക് ലഭിക്കുന്നു. പിന്നെ പറഞ്ഞത് എന്താണ് 1991 വയലാർ അവാർഡ് കിട്ടുന്നതും ഏത് കൃതിക്ക് തന്നെയാണ് ഗുരുസാഗരം എന്ന് പറയുന്ന നോവലിന് തന്നെയാണ്. പിന്നെ മുട്ടത്ത് വർക്കി അവാർഡ് 1992 ലഭിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഗുരുസാഗരം എന്ന നോവലിന് പശ്ചാത്തലമായ പുഴ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് തൂതപ്പുഴ. തൂതപ്പുഴ. ഗുരുസാഗരം എന്ന നോവലിന് പശ്ചാത്തലമായ പുഴ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് തൂതപ്പുഴയാണ്. തൂതപ്പുഴയുടെ ചോദ്യം എന്താണ് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയും. അപ്പോൾ തൂതപ്പുഴ എന്ന് പറയുന്ന നദിയെ പശ്ചാത്തലമാക്കിയാണ് ഗുരുസാഗരം എന്ന നോവൽ ആരെഴുതുന്നത് OV വിജയൻ എഴുതുന്നത്. ഇനി അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് എഴുത്തച്ഛൻ അവാർഡ്. OV വിജയന് എഴുത്തച്ഛൻ അവാർഡ് കിട്ടുന്ന വർഷം 2001. 2001 എഴുത്തച്ഛൻ അവാർഡ് കിട്ടുന്നത്. 2001 എഴുത്തച്ഛൻ അവാർഡ്. എഴുത്തച്ഛൻ അവാർഡ് സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. 1993 എഴുത്തച്ഛൻ അവാർഡ് നൽകി തുടങ്ങിയത്. ആദ്യം കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അപ്പം 2001 OV വിജയന് എഴുത്തച്ഛൻ അവാർഡ് കിട്ടുന്നത്. എഴുത്തച്ഛൻ അവാർഡ് നൽകി തുടങ്ങിയത് 1993. ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഇനി അദ്ദേഹത്തിന് കിട്ടിയ മറ്റൊരു ബഹുമതിയാണ് എന്തെന്ന് പറയുന്നത് പത്മഭൂഷൺ. 2003 അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടുന്നത്.
OV വിജയന് പത്മഭൂഷൺ കിട്ടുന്ന വർഷം 2003. പത്മഭൂഷൺ 2003. അപ്പോൾ ഇത്രയാണ് OV വിജയന് കിട്ടുന്ന പ്രധാനപ്പെട്ട അവാർഡുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് OV വിജയന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ നമ്മൾ 2 കൃതികൾ ഇതുവരെ പഠിച്ചു. ഒന്ന് ഖസാക്കിന്റെ ഇതിഹാസം, മറ്റൊന്ന് ഗുരുസാഗരം. അദ്ദേഹത്തിന്റെ നോവലുകളാണ്. ഒന്ന് ഖസാക്കിന്റെ ഇതിഹാസവും ഗുരുസാഗരവും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു നോവലാണ് ധർമ്മപുരാണത്തിന് ഒരു ചോദ്യമുണ്ട്. അടിയന്തരാവസ്ഥ പ്രമേയമാക്കി OV വിജയൻ എഴുതിയ നോവലാണ് ഏതെന്ന് പറയുന്നത് ധർമ്മപുരാണം. അടിയന്തരാവസ്ഥ പ്രമേയമാക്കി OV വിജയൻ എഴുതിയ നോവലാണ് ധർമ്മപുരാണം. എന്താണ്? ഏകാധിപതിയായ ഒരു രാജാവിനെ കുറിച്ചൊക്കെയാണ് ഈ ധർമ്മപുരാണം എന്ന് പറയുന്ന നോവലിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രമേയമാക്കി OV വിജയൻ എഴുതിയ നോവലാണ് ധർമ്മപുരാണം. ഇനി നമുക്ക് നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ മറ്റ് നോവലുകളുടെ പേരുകളാണ്. മറ്റൊന്നാണ് പ്രവാചകന്റെ വഴി എന്നത് ആരുടെ? OV വിജയന്റെ മറ്റൊരു നോവലാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ്, നോവൽ തന്നെയാണ് മധുരം ഗായതി. ഇനി PSCക്ക് ചോദിച്ച ഒരെണ്ണമാണ് വർഗസമരം സ്വത്വം എന്ന കൃതി ആരുടേതെന്ന് ചോദിച്ചതാണ്. ആരുടേതാണ്? OV വിജയന്റേതാണ്. ഇനി മറ്റൊരു കൃതിയാണ് അന്ധനും അകലങ്ങൾ കാണുന്നവനും. നോവൽ തന്നെയാണ് അന്ധനും അകലങ്ങൾ കാണുന്നവനും. OV വിജയന്റെ പ്രധാനപ്പെട്ട എന്താണ് പറഞ്ഞത്? നോവലുകളാണ് പറഞ്ഞത്. ധർമ്മപുരാണം, പ്രവാചകന്റെ വഴി, മധുരം ഗായതി, വർഗസമരം സ്വത്വം, അന്ധനും അകലങ്ങൾ കാണുന്നവനും. മറ്റൊരു നോവലാണ് ഹൈന്ദവനും അതിഹൈന്ദവനും. അപ്പോൾ ഇത്രയും നോവലുകളാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ് പറയാനുള്ളത്. ഏതാണ്? പ്രധാനപ്പെട്ട ചെറുകഥയാണ് കടൽ തീരത്ത് എന്നത് OV വിജയന്റെ പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ കാണാനായിട്ട് പോകുന്ന ഒരു പൊതിച്ചോറുമായി പോകുന്ന അച്ഛൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ കടൽ തീരത്ത് എന്ന ചെറുകഥ ആരുടേതാണ്? OV വിജയൻ്റേതാണ്. അതിലെ കഥാപാത്രങ്ങളാണ് ഒന്ന് വെള്ളായിയപ്പനാണ് അതിലെ അച്ഛനായിട്ട് വരുന്നത്. അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് കണ്ടുണ്ണിയാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അപ്പോൾ വെള്ളായിയപ്പൻ, കണ്ടുണ്ണി. ഇനി മറ്റൊരു കഥാപാത്രമാണ് കോടച്ചി. അപ്പോൾ കടൽ തീരത്ത് എന്ന ചെറുകഥയിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വെള്ളായിയപ്പൻ, കണ്ടുണ്ണി, കോടച്ചി. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് പറയേണ്ടത്. സമുദ്രത്തിൽ വഴിതെറ്റി വന്ന പരൽമീൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ്. സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ. സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ എന്താണത്? ഓർമ്മക്കുറിപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലും ചെറുകഥയും ഓർമ്മക്കുറിപ്പുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് OV വിജയൻ സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്ന ഒരു പുരസ്കാരമുണ്ട്. OV വിജയൻ സാഹിത്യ പുരസ്കാരമാണ് നോക്കുന്നത്. ഈ OV വിജയൻ സാഹിത്യ പുരസ്കാരം നൽകുന്നത് ഹൈദരാബാദിലെ നവീന സാംസ്കാരിക കലാകേന്ദ്രമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം മരിക്കുന്നത് എവിടെയാണ്? 2005 മാർച്ച് 30 ഹൈദരാബാദിലാണെന്ന് പറഞ്ഞു. അപ്പം 2005 മാർച്ച് 30 ഹൈദരാബാദിൽ അദ്ദേഹം അന്തരിക്കുന്നു. അപ്പോൾ ഹൈദരാബാദിൽ തന്നെ ഒരു സംഘടനയായ നവീന സാംസ്കാരിക കലാകേന്ദ്രമാണ് എന്ത് നൽകുന്നത്? OV വിജയൻ സാഹിത്യ പുരസ്കാരം നൽകുന്നത്. മലയാളത്തിലെ കൃതികൾക്ക് തന്നെയാണ് നൽകുന്നത്. ഓരോ വർഷവും മലയാളത്തിലെ പ്രധാനപ്പെട്ട കൃതികൾക്കാണ് OV വിജയൻ സാഹിത്യ പുരസ്കാരം നൽകുന്നത്. ഇതിൻ്റെ അവാർഡ് തുക എന്ന് പറയുന്നത് 50,000 ആണ്. 50,001 എന്നാണ് പറയുന്നത്. 50,000 അവാർഡ് തുക 50,000 രൂപയാണ്. അപ്പോൾ OV വിജയൻ സാഹിത്യ പുരസ്കാരമാണ് പറയുന്നത്. OV വിജയൻ സാഹിത്യ പുരസ്കാരം. OV വിജയൻ സാഹിത്യ പുരസ്കാരത്തിൻ്റെ അവാർഡ് തുക എന്ന് പറയുന്നത് 50,000. അവാർഡ് തുക 50,000 ആണ്.
ഇത് നൽകി തുടങ്ങിയത് 2011 OV വിജയൻ സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 2011 ആദ്യം ലഭിച്ചത് സാറ ജോസഫിനാണ് ആദ്യം ലഭിച്ചത്. OV വിജയൻ സാഹിത്യ പുരസ്കാരം ആദ്യം ലഭിക്കുന്നത് സാറ ജോസഫിനാണ്. വർഷം 2011. സാറ ജോസഫിന്റെ ഏത് നോവലിനാണ് OV വിജയൻ സാഹിത്യ പുരസ്കാരം കിട്ടിയതെന്ന് ചോദിച്ചാൽ ഊരുകാവൽ എന്ന നോവലിനാണ് സാറ ജോസഫിന് പ്രഥമ OV വിജയൻ സാഹിത്യ പുരസ്കാരം 2011 ലഭിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് അവസാനം ലഭിച്ച 2 അവാർഡ് കൂടിയാണ്. അടുത്തതായിട്ട് പറയുന്നത് 2019 OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കരുണാകരനാണ്. മലയാളത്തിലെ ഒരു നോവലിസ്റ്റ് എഴുത്തുകാരന് തന്നെയാണ് ആരെന്ന് പറയുന്നത് കരുണാകരന്റെ ഏത് കൃതിക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ യുവാവായിരുന്ന 9 വർഷം. അദ്ദേഹത്തിന്റെ നോവലിന്റെ പേരാണ് യുവാവായിരുന്ന 9 വർഷം. ഇപ്പൊ കരുണാകരനാണ് 2019 OV വിജയൻ സാഹിത്യ പുരസ്കാരം കിട്ടുന്നത്. ഏത് കൃതിക്കാന്ന് ചോദിച്ചാൽ യുവാവായിരുന്ന 9 വർഷം എന്ന നോവലിനാണ് ലഭിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി അവസാനം നൽകിയത് 2022 2022 അവസാനം നൽകിയത്. 20ലും 21ലും കൊടുത്തില്ല. 2022 അവസാനമായിട്ട് OV വിജയൻ സാഹിത്യ പുരസ്കാരം കൊടുത്തത്. അത് ലഭിച്ചത് ആർക്കാണ്? PF മാത്യൂസിനാണ് 2022 OV വിജയൻ സാഹിത്യ പുരസ്കാരം കൊടുത്തത്. അത് ഏത് കൃതിക്കെന്ന് ചോദിച്ചാൽ മുഴക്കം എന്ന ചെറുകഥയ്ക്കാണ് എന്ത് ലഭിച്ചത്? OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹൈദരാബാദിലെ നവീന സാംസ്കാരിക കലാകേന്ദ്രം നൽകുന്ന അവാർഡാണ് OV വിജയൻ സാഹിത്യ പുരസ്കാരം. ഇതിന് അവാർഡ് തുക എന്ന് പറയുന്നത് 50,000 ആദ്യം ലഭിച്ചത് 2011. ഇത് കൊടുത്തു തുടങ്ങിയത് 2011 ആദ്യം ലഭിച്ചത് ആർക്ക് തന്നെയാണ്? സാറ ജോസഫിന്റെ ഊരുകാവൽ എന്ന നോവലിനാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് അവസാനം ലഭിച്ച 2 പേരാണ്. 2019 OV വിജയൻ സാഹിത്യ പുരസ്കാരം കിട്ടുന്നത് കരുണാകരനാണ്. അദ്ദേഹത്തിന്റെ നോവലായ യുവാവായിരുന്ന 9 വർഷം എന്ന നോവലിനാണ് കരുണാകരന് എന്ത് കിട്ടുന്നത്? OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് കിട്ടിയത് 2022 PF മാത്യൂസ് എന്ന എഴുത്തുകാരനാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ മുഴക്കം എന്ന ചെറുകഥയ്ക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളി. പിന്നെ നമ്മൾ കുറച്ച് കഥാപാത്രങ്ങളും ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലും OV വിജയനെ കുറിച്ചുമാണ് നോക്കിയത്.